ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള വേറൊരു ടിപ്പുമായിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബീട്രൂട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. തോരനായിട്ടോ അല്ലെങ്കിൽ പച്ചടി ആയിട്ടൊക്കെ കഴിക്കും. അപ്പം കഴിക്കാനല്ലാതെ ബീട്രൂട്ട് കൊണ്ട് വേറെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഒരു ബീട്രൂട്ട്. ഈ ഒരു ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നല്ല വലിപ്പമുള്ള ബീട്രൂട്ടാണ്. അപ്പോൾ ഞാനിത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ബീട്രൂട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ സ്ക്വയർ പീസ് ആക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ചെറുതാക്കിയൊക്കെ മുറിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ അത്യാവശ്യം ചെറിയ പീസാക്കി മുറിച്ചെടുത്തേ ഉള്ളൂ. നല്ല കളറുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ആ ബീട്രൂട്ടിൻ്റെ കളറ് പറ്റി പിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പൊടിക്കുന്ന ജാറില്ലേ, അതിലാണ് ഇട്ടിരിക്കുന്നത്, ഏറ്റവും ചെറിയ ജാറിൽ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജാറിലേക്ക് ഇട്ടത്. അപ്പോൾ നമുക്ക് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ടൊക്കെ എടുത്ത് അരച്ചെടുത്താലും മതിയാവും. പിന്നെ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇതാ അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രീം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഈ ബീട്രൂട്ടിലുള്ള ജ്യൂസൊക്കെ പുറത്തിറങ്ങിയിട്ട് അതിനാവശ്യമായ വെള്ളം വന്നോളും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒട്ടും തന്നെ വെള്ളം ചേർക്കരുതെന്ന്. നല്ല കളറായിട്ടുള്ള നല്ല ഫൈൻ പേസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരയണം കേട്ടോ. അപ്പോൾ അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാൽ ഒരു പ്രാവശ്യം അരച്ചിട്ട് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മിക്സി ഓണാക്കി 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല സ്മൂത്ത് പേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കണം. ആ ബീട്രൂട്ടിൻ്റെ കൊത്തൊക്കെ നമുക്ക് വേണ്ട, അതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയൊരു സ്ട്രെയിനർ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. നമ്മൾ ജ്യൂസൊക്കെ അരിക്കാൻ വേണ്ടി എടുക്കുന്ന വലിയ സ്ട്രെയിനറില്ലേ, അപ്പോൾ അത് വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പം കുറച്ച് എളുപ്പത്തിൽ അരിക്കാൻ പറ്റും. ഇതിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമേ തന്നെ ചെറിയ സ്ട്രെയിനർ യൂസ് ചെയ്ത് അരിക്കുവാണെങ്കിൽ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒക്കെ കുറച്ച് സമയം എടുത്ത് പ്രസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എല്ലാം ഈ ഒരു പാത്രത്തിലേക്ക് ആക്കണം. കണ്ടോ, അപ്പോൾ ജ്യൂസ് കിട്ടുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ സാധാരണ പോലെ ജ്യൂസ് ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും. പക്ഷേ കിട്ടുന്ന ജ്യൂസ് നല്ല കട്ടിക്കുള്ള നല്ല കളറുള്ള ജ്യൂസ് ആയിരിക്കും. അപ്പോൾ എന്താ, ഞാനിതുപോലെ നന്നായിട്ട് ഞെക്കി അതിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആ ഒരു കൊത്ത് മാത്രം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൊത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഫുഡിൽ കളറിന് വേണ്ടിയിട്ടൊക്കെ ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഈ കൊത്തിൽ തന്നെ നല്ല കളറുണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ കറികളിൽ കളർ കിട്ടാൻ വേണ്ടി പച്ചടി ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പം ഞാനിപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് അരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ചായ അരിക്കുന്ന അരിപ്പിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുവാണ്. അപ്പോൾ ആദ്യം വലിയ അരിപ്പയിലിട്ട് അരിച്ചതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പമായിരിക്കും ഇതിലിട്ട് അരിക്കുന്ന സമയത്ത്. അപ്പം ഇതിൽ നിന്ന് കുറച്ചുകൂടെ നല്ല ഫൈനായിട്ടുള്ള ഒരു ലിക്വിഡ് കിട്ടുന്നുണ്ട് ഇങ്ങനെയും കൂടെ അരിച്ചെടുക്കുമ്പോൾ. ഇങ്ങനെ എന്തായാലും ചെയ്യണം കേട്ടോ, അതിലൊട്ടും തന്നെ ആ ഒരു പീസ് വരാൻ പാടില്ല. അപ്പോൾ എന്താ അരിച്ചെടുത്തപ്പോൾ വീണ്ടും കുറച്ച് ആ ഒരു ബീട്രൂട്ടിൻ്റെ കൊത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ എന്താ ഇത്രയും ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ, 1/4 കപ്പ് ജ്യൂസ് അത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല കളറിൽ ഉള്ള ജ്യൂസ് നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, നല്ലൊരു കളറിൽ കിട്ടിയിരിക്കുകയാണ്. ആ ഒരു ഭയങ്കര ചുമന്ന കളറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചൂടാക്കണം. നല്ലതായിട്ട് ചൂടാക്കിയിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചത് സോസ് പാനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വറ്റിക്കാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടില്ല, ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റൗ ഓണാക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആകെ തീ കയറിപ്പോവും. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ടാണ്, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലിക്വിഡ് മാത്രമല്ലേ ഉള്ളൂ ഇത്. അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനായിരിക്കും നല്ലത്. ഇപ്പോൾ സോസ് പാൻ ഇല്ലെന്നുണ്ടെങ്കിലും ചെറിയ ഫ്രൈ പാൻ എടുത്താലും മതിയാവും. അപ്പം ഇതിപ്പോൾ എന്താ ചെറിയ തീയിൽ കിടന്ന് തന്നെ ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമ്മളിത് വറ്റിക്കാൻ വെച്ചിട്ടങ്ങ് പോകാനും പാടില്ല കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ സൈഡുകളിലേക്ക് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൈഡുകളിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഈ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് വേണം വറ്റിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും കണ്ടോ, സൈഡുകളിലേക്ക് ആ ഒരു കട്ടിയായിട്ട് ആ ഒരു ക്രീം പോലെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ഈ വെള്ളത്തിലേക്കൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇത് വറ്റിതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ളൊരു ക്രീം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവുന്നവരെ നമ്മൾ വറ്റിക്കണം. പാത്രത്തിൽ വറ്റി പിടിക്കാനും പാടില്ല, പക്ഷെ കുറച്ചിതാ ക്രീം ആവുന്നുള്ള കട്ടിയുള്ള ലിക്വിഡ് എണ്ണയൊക്കെ പോലെ വരും. അപ്പോൾ അതുപോലെ എണ്ണയൊക്കെ പോലെ കട്ടിയിൽ വരണം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ എന്താ ഇത്രയും മതിയാവും. ഇപ്പം ഞാനിപ്പോൾ ഇത് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പാത്രത്തിൽ പിടിക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് മാറ്റണം. അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഒരു ക്രീം പോലെ തന്നെ വന്നിട്ടുണ്ട്. പാത്രത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുവാണ്. അപ്പം ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് നെയ്യാണ്. നെയ്യ് എന്ന് പറയുമ്പോൾ കട്ടയായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത നെയ്യ് അങ്ങ് ചേർക്കരുത്, പുറത്ത് വെച്ചിരിക്കണം. പുറത്ത് വെച്ചതിന് ശേഷം ഒരു 3/4 ടീസ്പൂൺ നെയ്യ് ഉണ്ടാവും ഇത്. അതിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് നമ്മൾ സ്റ്റൗവിലൊന്നും വെച്ച് മെൽറ്റ് ചെയ്ത് ചേർക്കരുത് കേട്ടോ. പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിൽ വെച്ച് മെൽറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇപ്പോൾ ആ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു സ്പാച്ചുല വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് നെയ്യിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല അമർത്തിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ ഇതിലേക്ക് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഇളക്കി നന്നായിട്ട് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്യ് ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഹണിയാണ്. അപ്പം ഹണി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 ടേബിൾ സ്പൂണാണ് കേട്ടോ. അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല, 1/2 ടേബിൾ സ്പൂൺ എടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ 3/4 എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ 3/4 ടേബിൾ സ്പൂൺ ഹണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഹണിയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതും കൂടെ ഒരു ഇതിന് കിട്ടും. അപ്പോൾ അതിനാണ് അത് ചേർക്കുന്നത്. അപ്പം ഹണി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരു ബീട്രൂട്ടിൻ്റെ നല്ലൊരു ചൂട് മാറിയതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചേർക്കുന്നത്. ഭയങ്കരമായ ചൂടോടുകൂടി ഉടനെ തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തണുക്കാനും പാടില്ല. ആ ഒരു ചൂട് മാറി ഒരു ചെറിയൊരു ചൂടിരിക്കുന്ന സമയത്ത് വേണം ഈ ഹണിയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഹണി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല കട്ടിയായിട്ടുള്ളൊരു ലിക്വിഡാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ക്രീം പോലെയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ഒരു ഡബ്ബയിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു കുഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് ലിപ് ബാം ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ചെറുതിലായിരിക്കും വെക്കാൻ നല്ലത്. അപ്പോൾ നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഇതാവുമ്പോൾ ഈ ലിപ് ബാം കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം. കുട്ടികളിത് കഴിച്ചാൽ നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് അവരിത് കഴിച്ച് അവരെ വായിൽ പോയാലും കുഴപ്പമില്ല. പിന്നെ നല്ല മധുരം ഉണ്ടാവും തേനൊക്കെ ചേർത്തതുകൊണ്ട്. അതുപോലെ വലിയ ആൾക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാം. ഇതിൽ വേറെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ വീട്ടിലുള്ള ഹണിയും നെയ്യും ബീട്രൂട്ടും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ മാസത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ നല്ല കളറുള്ള ബാമാണ്, ഞാൻ കാണിച്ചു തരാൻ. കണ്ടോ, നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതിയാവും, ചുണ്ടിന് നല്ല കളർ കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ കൊണ്ടുപോകുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ എടുത്ത് തേക്കാൻ പറ്റും കേട്ടോ. നല്ല ലിപ് ബാമിനൊക്കെ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവില്ലേ, ആ ഒരു ഗ്ലേസിങ് ഇതിനുണ്ട്. നല്ലൊരു ഗ്ലോയിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിത് സെറ്റാവുന്നുമ്പോഴാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.